ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും അതാത് സംസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയിരിക്കണമെന്നാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഈ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് മാത്രമാണ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് മാറ്റിയിട്ടുള്ളത്. ഒരിക്കലും ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ല എങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് ഇതിൽ മാറ്റിയിട്ടില്ല. ഈ ഒരു പ്രൊവിഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെടുന്നത് 2002 നടക്കുന്ന 86-ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ 86-ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റോട് കൂടിയാണ്. ഈ ഒരു പ്രൊവിഷൻ കൊണ്ട് തന്നെ 86-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് കണക്കാക്കുവാൻ വേണ്ടി സാധിക്കും. രാജ്യത്തിലെ എല്ലാ വ്യക്തികൾക്കും എഡ്യൂക്കേഷൻ ലഭിക്കണം. അത് എഡ്യൂക്കേഷൻ ടു ഓൾ എന്ന രാജ്യത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള രാജ്യത്തിൻ്റെ ആ ലക്ഷ്യം സഫലമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയുടെ 86-ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈവൻ ഈ ഒരു അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഭരണഘടന ഇത്തരത്തിലുള്ളൊരു പ്രൊവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4, നമുക്കറിയാം പാർട്ട് 4 എന്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 എന്ന് പറയുന്നത് DPSP ആണ്. ഈ DPSPയിൽ 45-ാമത്തെ ആർട്ടിക്കിളിലായിട്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു DPSP ആയിരുന്നതിനാൽ തന്നെ ഇത് നമുക്കൊരു കോടതിയിൽ പോയിട്ട് ഈ ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതികളെ സമീപിക്കാൻ വേണ്ടി സാധ്യമായിരുന്നില്ല. ഈ ഒരു ഭേദഗതിയിൽ വന്നതിൽ പിന്നെ, അതായത് 86-ാം ഭരണഘടനാ ഭേദഗതി വന്നതിൽ പിന്നെ ആർട്ടിക്കിൾ 45-ൻ്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. ആർട്ടിക്കിൾ 45-ന് ഇത് ഇങ്ങനെ മാറ്റുന്നുണ്ട്: സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു പ്രൊവൈഡ് എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻസ് അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 45-നെ മാറ്റുന്നുണ്ട് 86-ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിലൂടെ. അതായത് 6 വയസ്സ് പൂർത്തിയാകുന്നത് വരെ എല്ലാ കുട്ടികൾക്കും അവർക്ക് വേണ്ട ചൈൽഡ്ഹുഡ് കെയർ, എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ശ്രമിക്കണം എന്നുള്ളതായിരുന്നു ആർട്ടിക്കിൾ 45-ൽ വന്ന പുതിയ മാറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ആർട്ടിക്കിൾ 51-ൽ ഒരു പുതിയ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ ചേർക്കപ്പെടുന്നുണ്ട്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years എന്നാണ്. അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ സിറ്റിസൺസിൻ്റെയും കടമയാണെന്നാണ് പുതുതായിട്ട് ചേർക്കുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലൂടെ പറയുന്നത്. 1993-ൽ തന്നെ സുപ്രീം കോടതി പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21-ന് കീഴിൽ വരുന്ന റൈറ്റ് ടു ലൈഫ് എന്നതിൻ്റെ ഒരു പാർട്ടാണെന്നും പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് 1993-ൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആർട്ടിക്കിൾ 21-നകത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അത് നിങ്ങളൊന്ന് കാണണമെന്ന് ഞാൻ പറയുന്നു. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 1993-ൽ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ളതിന് കീഴിൽ ഈ ആർട്ടിക്കിൾ 21-ൻ്റെ താഴെ റൈറ്റ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് 1993-ൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ സുപ്രീം കോടതി പറയുന്നത് ഈ രാജ്യത്തുള്ള ഏതൊരു കുട്ടിക്കും 14 വയസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായിട്ട് നൽകണമെന്നുള്ളതാണ്. എന്നാൽ ആ വ്യക്തിയുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാത് സ്റ്റേറ്റിൻ്റെ എക്കണോമിക് കപ്പാസിറ്റി ഡെവലപ്പ് ആകുന്നതനുസരിച്ച് ലിമിറ്റഡ് ആയിരിക്കുമെന്നും കൂടി സുപ്രീം കോടതി ആ ഒരു കാര്യത്തിലൂടെ പറഞ്ഞു വെക്കുന്നു. ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് ഇതിന് തൊട്ട് മുൻപത്തെ വർഷം ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻറ്റിന് ഓവർറൈഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. ആ തൊട്ട് മുമ്പുണ്ടായിരുന്ന ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് മെഡിസിനും എൻജിനീയറിംഗും ഉൾപ്പെടെയുള്ള ആ ലെവലിൽ വരെയുള്ള എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നും അത് സൗജന്യമായിട്ട് ലഭിക്കണമെന്നായിരുന്നു തൊട്ട് മുൻപേ ഉള്ള ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ജഡ്ജ്മെൻറ്റിന് ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് പുതിയ ജഡ്ജ്മെൻറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയും ആ പുതിയ ജഡ്ജ്മെൻറ്റിലൂടെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നു.
ഈ ആർട്ടിക്കിൾ 21A അനുസരിച്ച് പാർലമെൻറ്റ് 2009 കൊണ്ടുവന്ന ആക്ടാണ് RT ആക്ട് 2009 അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറയുന്നത്. ഈ ആക്ട് പറയുന്നത് ഇങ്ങനെയാണ്: അത്യാവശ്യം വേണ്ട നോംസും സ്റ്റാൻഡേർഡ്സും ഒക്കെയുള്ള ഫോർമലായിട്ടുള്ള സ്കൂളുകളിൽ വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഫുൾ ടൈം എലിമെൻ്ററി എഡ്യൂക്കേഷൻ ലഭിക്കുവാൻ ഇവിടെ എല്ലാ കുട്ടികൾക്കും റൈറ്റ്സ് ഉണ്ട് എന്നാണ്. ഇതിലൂടെ എല്ലാവർക്കും സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാഭ്യാസവും നൽകുന്നതിലൂടെ മാത്രമേ ഇവിടെ ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഡെമോക്രസി തുടങ്ങിയ മൂല്യങ്ങളെല്ലാം നിറഞ്ഞൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കൂ എന്ന വിശ്വാസത്തിൽ നിന്നുമാണ് ഇങ്ങനൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് RT ആക്ട് 2009 നമ്മൾ വരുന്ന സമയത്ത് നമ്മളുടെ പാർലമെൻറ്റിൽ അന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ RT ആക്ട് 2009 നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ ആക്ടുകളൊക്കെ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാനലാണ്. പിന്നെ എനിക്ക് നല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ട്. അത് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്